ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 21-ാമത്തെ ഹദീസാണ്. സദഖയുടെ മഹത്വമേറെ. വഅൻ അബീ ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി ഫയഖൂലു അഹദുഹുമാ اللهم أعطي منفقا خلفا ويقول الآخر اللهم أعطي ممسكا تلفا. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമകളുടെ ഓരോ ദിനത്തിലെ പ്രഭാതത്തിലും 2 മലക്കുകൾ വാനലോകത്തു നിന്നും ഇറങ്ങി വരും. എന്നിട്ട് അവരിൽ ഒരാൾ പറയും, അല്ലാഹുവേ, ചെലവഴിക്കുന്നവന് ദാനം ചെയ്യുന്നവന് നീ പകരം നൽകണമേ. അപ്പോൾ അടുത്തയാൾ പറയും, അല്ലാഹുവേ, ധനം പിടിച്ചു വെക്കുന്ന പിശുക്കന് നീ നാശം വിധിക്കണമേ. ദാനധർമ്മങ്ങൾ വലിയ പുണ്യമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. ദാനധർമ്മങ്ങളിലൂടെ ലോകത്തും പരലോകത്തും വലിയ നേട്ടങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ചിലവഴിക്കുമ്പോൾ അതിൻ്റെ 10 മടങ്ങായി അള്ളാഹു അവന് തിരിച്ചു നൽകും. ദാനം ചെയ്യുന്നവന് കൂടുതൽ ദാനം ചെയ്യുവാനുള്ള സമ്പത്ത് ലഭിക്കുവാനായി മലക്കുകൾ പ്രാർത്ഥിക്കും. വെള്ളം തീയിനെ അണച്ചു കളയുന്നത് പോലെ ദാനം പാപങ്ങളെ അണച്ചു കളയും. ദാനം അപകടങ്ങളെ ചെറുക്കും. രഹസ്യമായി നൽകുന്ന സ്വതക്കകൾ അർശിൻ്റെ തണൽ ലഭിക്കുവാൻ കാരണമാണ്. പിശുക്ക് മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കും. സമ്പത്ത് നശിച്ചു പോകുന്നതിനുള്ള കാരണമാണ് യഥാർത്ഥത്തിൽ പിശുക്ക്. പിശുക്കിനെതിരിൽ മലക്കുകൾ പ്രാർത്ഥിക്കും. പിശുക്ക് മനുഷ്യനെ നന്മയെ തൊട്ട് തടയും. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫിസ്സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ബഖറ 261-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമണിയോടാകുന്നു. അതിന് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഓരോ കതിരിലും 100 ധാന്യമണിയും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. മന്ദല്ലദീ യുക്രിദുല്ലാഹു ഖർളൻ ഹസന വയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ വല്ലാഹു യഖ്ബിദു വയബ്സുതു ഇലൈഹി തുർജഊൻ. ബഖറ 245-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അതവൻ അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ധനം പിടിച്ചു വെക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അള്ളാഹു ആകുന്നു. അവങ്കലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. ധനമെന്നത് അള്ളാഹുവിൻ്റേതാണ്. അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് സ്വർഗമാണ് പകരം ലഭിക്കുക. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.